الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. മനുഷ്യ സമൂഹത്തിന് കൃത്യവും വ്യക്തവുമായ മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ കിതാബ് അതെങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിക്കും അവരുടെ വിവേകത്തിനുമൊക്കെ അനുസരിച്ച് പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും പല രൂപത്തിൽ അത് മനസ്സിലാക്കപ്പെടുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെയാണ് വഹി എങ്ങനെ വിശദീകരിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അതുകൊണ്ടാണ് വഹി നൽകാൻ അവൻ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുന്നത്. ആഖിർ ഉമ്മത്തിലേക്ക് അല്ലാഹുവിന്റെ വഹി കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ വഹിയിൽ വന്ന വിഷയം എന്താണെന്ന് പറയാനുള്ള അവകാശം അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് അല്ലാഹു പറഞ്ഞത് സൂറത്തുൽ നഹ്ൽ അല്ലാഹു പറയുന്നത് ഈ കിതാബ്, ഈ ആയത്തുകൾ നിനക്ക് നാം ഇറക്കി തരുകയാണ്. എന്തിനാണ് നിനക്ക് ഇറക്കി തരുന്നത്? എല്ലാവർക്കും ഇറക്കി കൊടുത്താൽ പോലെ. എന്തിനാ നിനക്ക്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഈ ആയത്തുകൾ, ഈ വഹീകൾ, അത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശദീകരിക്കേണ്ട, ബയാൻ ചെയ്യേണ്ടുന്ന ആൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പ്രവാചകനെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അല്ലാഹു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ അവകാശമില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു: വലൗ തഖവല അലൈനാ ബഅദൽ അഖാമീൻ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين ولو تقول علينا بعض الأقاويل. എന്തെങ്കിലും ഒരു വാക്ക് നീ അതിലേക്ക് വെച്ചാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലത് കൈകൊണ്ട് നാം നിന്നെ പിടിക്കും. ثم لقطعنا منه الوتين, പിന്നെ നിന്റെ ജീവനാടി നാം മുറിച്ചെറിഞ്ഞു. ഒരാൾക്കും അത് തടയാനോ നമ്മളെ അശക്തമാക്കാനോ സാധ്യമല്ല. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരൊറ്റ വാക്കുപോലും അതിലേക്ക് കടത്തിക്കൂട്ടിയിട്ടില്ല. എന്താണോ കൽപ്പിച്ചത് അത് അക്ഷരം പ്രതി അംഗീകരിച്ച് ആ വിശദീകരണം അല്ലാഹു പറഞ്ഞു കൊടുത്തതുപോലെ പറഞ്ഞു. കാരണം വിശദീകരിക്കാൻ അവകാശം അല്ലാഹുവിന്. ആ വിശദീകരണം അല്ലാഹു പറഞ്ഞു കൊടുത്തു, അത് നബി അങ്ങനെ പറയും. അപ്പൊ വിശദീകരണം അവിടെ ഉണ്ട്. ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ളൂ വിശദീകരണം അവിടെ ഉണ്ട്. ഖുർആനിലായിട്ടേ ഉള്ളൂ വിശദീകരണം അവിടെ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലുഹു മഅഹു.
എനിക്ക് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലത്തതിന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കൂടെ അതുപോലത്തതും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്താ? അതാണ് ഹദീസ്. والذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله من القرآن الله بريء هو الذي بعث في الأميين رسولا منهم. നിരക്ഷരനായ ഒരു സമൂഹത്തിന് അവരിൽ നിന്ന് തന്നെ ദൈവദൂതനെ നിയോഗിച്ചവനാണ് അല്ലാഹു. ആ ദൈവദൂതന്റെ പ്രത്യേകത യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അൽ കിതാബും അൽ ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കാൻ. അൽ കിതാബ് എന്താണ്? ഖുർആനാണ്. എന്താണ് അൽ ഹിക്മ? അൽ ഹിക്മ ഐ അസ്സുന്ന. ഐ അസ്സുന്ന, സുന്നത്തിനെയാണ് ഹിക്മത്ത് എന്ന് പറയുക. സുന്നത്താണ് ഹിക്മത്ത്. അപ്പൊ ഖുർആന്റെ വിശദീകരണമാണ് സുന്നത്ത്, ഹിക്മത്ത്. അപ്പൊ വിശദീകരണം സ്വന്തമായി പറയാൻ പറ്റോ? ഇല്ല. لا تحرك به لسانك لتعجل به إن علينا جمعه وقرآنه فإذا قرأناه فاتبع القرآن ثم إن علينا بيانه. അല്ലാഹുവിന്റെ ഖുർആൻ ബയാനം അവിടുന്ന് വരണം. അതാണ് അൽ ഹിക്മ. അവ സുന്നത്ത് അവിടുന്ന് വന്നതാണ്. പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട്. വഹീ ഖുർആൻ അത് അൽ മുതഅബ്ബദു ബിതിലാവതി, പാരായണം ഇബാദത്താക്കപ്പെട്ടതാണ്. ഒരക്ഷരത്തിന് 10 കൂലി. എന്നാൽ സുന്നത്ത് അവിടുന്ന് വന്നതാണ്. പക്ഷെ എന്തല്ല, അൽ മുതഅബ്ബദു ബിതിലാവതി, പാരായണം ഇബാദത്താക്കപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഹദീസ് വായിച്ച് ഹദീസിന്റെ ഓരോ അക്ഷരത്തിനും 10 കൂലി ഉണ്ടോ? ഇല്ല. കാരണം ഹദീസ് അത് മുതഅബ്ബദല്ല. എന്നാൽ വഹിയല്ലേ? വഹി അല്ലാതെ അർത്ഥം പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഓന് വിവരമില്ലാതെ, ഒരു ദീനറിയിലാണ്. കാരണം ഖുർആൻ എന്നേ ഉള്ളൂ നിസ്കരിക്കണമെന്ന കൽപ്പനയുള്ളൂ അല്ലേ? അതല്ലേ ഖുർആനിലുള്ളൂ അല്ലേ? ഏത് സമയത്ത് നിസ്കരിക്കേണ്ടത്? സുബൈ ഇന്നത് മുതൽ ഇന്നത് വരെ സമയത്ത് നിസ്കരിക്കണമെന്ന് ഖുർആനിലായിട്ടുള്ളത് ദുബൈക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനിലുണ്ടാ? 6200 ചിതാനം വരുന്ന ഏതെങ്കിലും ആയത്തിലുണ്ടാ? ഇല്ല. സകാത്ത് കൊടുക്കണം. 30,000 ഉറുപ്പിക 590 ഗ്രാം വെള്ളിയുടെ യുദ്ധത്തിനുള്ള പൈസ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ ആ പൈസ അയാളുടെ ദൈനംദിന അയാളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടാതെ 1 കൊല്ലം അയാളുടെ കയ്യിൽ ഇരുന്നാൽ ഹൗലും നിസാബും പൂർത്തിയായാൽ അയാൾ അതിൽ നിന്ന് 2.5% കൊടുക്കണം. ഖുർആനിലുണ്ടോ? പരിശുദ്ധ റമദാനിലെ നോമ്പ് 30 ദിവസം, അതായത് 30 യൗമൻ, 30 ദിവസം ഖുർആനിലുണ്ടോ? 30 ദിവസം ഖുർആനിലില്ല. 30 ദിവസമൊന്നുമില്ല. പിന്നെ നോമ്പ് എങ്ങനെ പിടിക്കണം? അത്താഴം കഴിച്ചുകൊണ്ട് തുടങ്ങണം. ഉണ്ടോ? അത്താഴം കഴിക്കണം ഖുർആനിലുണ്ടോ? അത്താഴത്തിന് സമയമുണ്ട് അല്ലേ? അത്താഴത്തിന് സമയമല്ല. നിങ്ങൾ അത്താഴം കഴിച്ച് നോമ്പെടുക്കാൻ പാടുന്നുണ്ടോ? അങ്ങനെ നോക്കുകൾ ഓരോന്ന് പരിശോധിച്ചു. അപ്പൊ നോക്കുമ്പോ അതൊന്നുമില്ല. അവിടെയാണ് അതൊക്കെ ബയാൻ, വഹീന്റെ ബയാനായ ഹിക്മത്തിലുള്ളത്. അതിനെയാണ് ഈ ഹദീസ് എന്ന് വിളിക്കുന്നത്. അത് കൊണ്ടുവന്നതൊക്കെ സ്വീകരിച്ചോണം. ഒരു സംശയം വെക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ സൂറ അൽ ഹശ്ർ 7-ാമത്തെ വചനം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു
വമാ നഹാകും അൻഹു ഫന്തഹു വമാ ആതാകും റസൂൽ ഫഖുദു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നോ ഫഖുദു, അത് സ്വീകരിച്ചു. ഇനി ഇപ്പുറത്തെ വാക്കെന്താ അറിയുന്നത്? അതിനിപ്പുറത്തെ വാക്ക് കൊണ്ടുവരാത്ത നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറയുന്നത്. ഇന്ന് അടുത്ത വാക്കെന്താ? വമാ നഹാകും അൻഹു ഫന്തഹു. എന്തെങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അള്ളാന്റെ റസൂൽ ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഹറാമാണ്. അള്ളാഹ് ഹറാമാക്കിയ മാത്രമല്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞത് ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമാണ്. ഒറ്റ വാക്യം പറഞ്ഞാൽ ചില ആളുകളൊന്നും മനസ്സിലാക്കി വെച്ചത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവിടുന്ന് ചെയ്താലും വലിയ വലിയ ആളുകളൊക്കെ ചെയ്താൽ അത് നമ്മൾ സ്വീകരിച്ച പോലെ അവർ നമ്മളെക്കാളൊക്കെ വിവരമുള്ളവരല്ലേ, അവർ ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ എന്ന് ചില മനുഷ്യന്മാർ മനസ്സിലാക്കും. അത് മഹാബദ്ധാണ്. അത് സ്വഹാബികൾ മനസ്സിലാക്കിയത് വിരുദ്ധാണ്. ഒരു ഉദാഹരണം പറയാം. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ, അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ നിലപാടിനനുസരിച്ച് ചില ആയത്തുകൾ തന്നെ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും പ്രഗത്ഭനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതലേ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ദീൻ പഠിച്ചതാണ്. പിൽക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാൾ വന്നു ചോദിച്ചു, ഈ ഹജ്ജ് മുത്തമത്തിയായി ചെയ്യലല്ലേ, അതല്ലേ അഫ്ളൽ, അതല്ലേ റസൂലുള്ളാഹിന്റെ സുന്നത്ത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, അതെ, ആ കഥ അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അപ്പോ അന്നാൾ പറഞ്ഞു, അല്ല, ഉമർ ബിൻ ഖത്താബ് നിങ്ങളുടെ ഖലീഫയായിരുന്നു, ഉമർ ബിൻ ഖത്താബ് നിങ്ങളുടെ ഉപ്പ ഉണ്ടല്ലോ, നിങ്ങളുടെ ഉപ്പ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, നിങ്ങളുടെ ഉപ്പ വേറെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതായിരിക്കും ശരി. ഇന്നത്തെ ജനങ്ങൾ പറഞ്ഞ അങ്ങനല്ലേ? ഹലോ, ഇന്നത്തെ ജനങ്ങൾ പറഞ്ഞ അങ്ങനല്ലേ? എന്താ ആ ശീത് പറഞ്ഞിട്ടുണ്ട, നബിനതായിരിക്കും ശരി. ആ ഇമാം പറഞ്ഞിട്ടുണ്ട, എന്നാതായിരിക്കും ശരി. ഹദീസിൽ വന്ന് നമ്മൾ നോക്കട്ടെ, ഇമാം പറഞ്ഞ് തീർച്ചയായും ഈ ജാതി വർത്താനം പറഞ്ഞ ആളുകൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി എന്താ അറിയോ? എടോ അള്ളാഹു വഹി കൊടുക്കാൻ തീരുമാനിച്ചതും വഹി കൊടുക്കാൻ തെരഞ്ഞെടുത്തതും എന്റെ ഉപ്പാനല്ല, മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവിടുന്ന് പറഞ്ഞാൽ സ്വീകരിച്ചോണം, എന്റെ ഉപ്പാനെ സ്വീകരിക്കണമെന്നല്ല, അള്ളാഹ് റസൂലിനെ സ്വീകരിച്ചോണം. ഉപ്പക്ക് ചിലപ്പോൾ അബദ്ധം പറ്റിയായിരിക്കും. അള്ളാഹ് റസൂലിന് അബദ്ധം പറ്റൂല. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അബദ്ധം പറ്റൂല, മനസ്സിലായോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം എന്താണോ? ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടൊരു വാക്കാര് പറയില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവിടുന്ന് വിശദീകരിച്ചാണോ? സമിഅനാ വഅതഅനാ. അതിനപ്പുറത്തേക്ക് ഒരാളും വാക്കല്ല, ഒരു ഇമാമില്ല, ഒരു ശൈഖുമില്ല, ഒരു കുത്തുബില്ല, ഒരു മുലായില്ല, ഒരു മൗലവിയില്ല, ഒരു നേതാവില്ല, ഒറ്റാളുള്ളൂ. ആര്? സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയ്യുനിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം. അതുകൊണ്ട് ആനബിയെ പിൻപറ്റിക്കോളി. എന്നാൽ ജീവിതത്തിലെ എല്ലാത്തിലും നിങ്ങൾക്ക് നബി മാതൃകയായിട്ടുണ്ട്. സൂറത്ത് അഹ്സാബ് 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹിന്റെ ദീനിനെ ചേർത്ത് പിടിച്ച് അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ ഖൈരി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.